വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ കണ്ടിന്യൂവേഷൻ ചാർട്ടാണ്. ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 6-ാം തീയതി ജൂൺ മാസം 2025 രാവിലെ 7:28 ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇത്രയും ദിവസം ഈ വീഡിയോ ഫോളോ ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ 10 പേരാണെങ്കിൽ 10 പേര് ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക മാക്സിമം. വളരെ കുറച്ച് ആൾക്കാരെ നമ്മുടെ വീഡിയോ കാണാറുള്ളൂ. കണ്ടവർക്കെല്ലാം നല്ല യൂസ്ഫുള്ളാണ് എന്ന് ഞാൻ പ്രതീക്ഷിച്ചാണ് ഡെയിലി വീഡിയോ ഇടുന്നത്. ഈ മുകളിലുള്ള ബ്ലൂ, അതായത് ഒരു വെൽവെറ്റ് ബ്ലൂ കളർ ലൈൻ കാണുന്നുണ്ടായിരിക്കും. 25,070 പിന്നെ 24,410. ഇതൊരു 660 പോയിൻറ്റിൻ്റെ റേഞ്ചാണ്. കഴിഞ്ഞ ഒരു 17-18 ട്രേഡിംഗ് ദിവസങ്ങളായിട്ട് നിഫ്റ്റി ഫ്യൂച്ചർ ഈ 660 റേഞ്ചിനകത്ത് തന്നെയാണ് നിന്ന് കളിക്കുന്നതും. പിന്നെ എൻ്റെ വ്യൂവിൽ വീണ്ടും ഞാൻ പറയുകയാണ്, എൻ്റെ വ്യൂവിൽ ഹെവി ബൈയിങ് നടക്കുന്നുണ്ട്. ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ നല്ലൊരു അപ്പ് മൂവ് നിഫ്റ്റി ഫ്യൂച്ചറിൽ കാണാൻ പറ്റും. ഇന്നത്തെ ലെവൽസ് ഇതൊക്കെയാണ്: 24,985 24,615. ഇതാണ് ഇന്നലത്തെ ലെവല്. ഇന്ന് പോയിൻ്റ് ഓഫ് കൺട്രോൾ 190 കുറഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നേ ഉള്ള 2 വെള്ളിയാഴ്ചയും 210 അത് ഈ വെള്ളിയാഴ്ച 190 എന്ന് പറയുന്ന പോയിൻ്റ് ഓഫ് കൺട്രോളിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. സോ ഒരു 18 ദിവസത്തിൻ്റെ 660 പോയിൻറ്റിൻ്റെ റേഞ്ചിലാണ് നിഫ്റ്റി ഫ്യൂച്ചർ നിന്ന് കളിക്കുന്നത് ഇപ്പോൾ. അതായത് ഇന്നലത്തെ എക്സ്പയറി ക്ലോസിങ് ആ റേഞ്ചിൻ്റെ മുകളിലാണ്. അതായത് ഏകദേശം ഒരു 200 പോയിൻറ്റിൻ്റെ അടുത്ത് മുകളിലാണ് ഒരു ക്ലോസിങ് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ നിറച്ച് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രേഡിങ്ങിനെ കുറിച്ചും മറ്റ് മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചും ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കോഴ്സ് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ചെറിയൊരു ഫീസ് കളക്ട് ചെയ്തിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ 4 പേർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു പ്ലാൻ വച്ചിട്ടുണ്ട്. അത് എന്നാണ് തുടങ്ങുന്നതെന്നുള്ളത് അറിയിക്കാം. അതിനു മുന്നേ അറ്റ്ലീസ്റ്റ് ഒരു 25-30 പേരുണ്ടെങ്കിൽ വളരെ ചെറിയ ഫീസാണ്. മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാര്യം ഫീസ് വാങ്ങിക്കാതെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ. പക്ഷേ അത്രത്തോളം ആൾക്കാർക്ക് ഫീസ് വാങ്ങിക്കാതെ പറയുമ്പോൾ വലിയൊരു താല്പര്യമില്ല അതിനകത്ത്. അതുകൊണ്ട് ചെറിയൊരു ഫീസ് ഈടാക്കിക്കൊണ്ട് ഒരു 1 വീക്കിൻ്റെ സെഷൻ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 30-35 പേരുടെ ഇൻട്രസ്റ്റ് കമൻറ്റ് ബോക്സിൽ കാണുന്നു എന്നുണ്ടെങ്കിൽ, യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ കാണുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസവും നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.